നമസ്കാരം. ഭാരതത്തിന്റെ ഭൂപടം ശ്രദ്ധിച്ചാൽ പ്രധാന കരയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും നടുവിൽ ചിതറിക്കിടക്കുന്ന ദ്വീപ സമൂഹങ്ങളെ കാണാം. ഇതിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തന്ത്രപ്രധാനമായ ഒരു മുനമ്പാണ് കാർ നിക്കോബാർ. ഇന്ന് ഈ കൊച്ചു ദ്വീപ് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ചർച്ചയാകുന്നത് അവിടുത്തെ വ്യോമതാവളം പുനർജനിച്ചതോടെയാണ്. കേവലം ഒരു റൺവേ എന്നതിലുപരി ഇന്ത്യയുടെ കിഴക്കൻ സമുദ്രസീമയുടെ കാവൽപ്പുരയായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാർ നിക്കോബാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതയായ മലാക്ക കടലിടുക്കിന് ഇത് വളരെ അടുത്താണ്. ലോകത്തിലെ 40% വ്യാപാരവും നടക്കുന്നത് ഈ വഴിയിലൂടെയാണ്. പസഫിക് മഹാസമുദ്രത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഈ കവാടത്തെ നിയന്ത്രിക്കാൻ കാർ നിക്കോബാറിൽ ഒരു ശക്തമായ സാന്നിധ്യം ഇന്ത്യയെ സഹായിക്കും. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുന്നത് നിരീക്ഷിക്കാൻ ഈ താവളം ഒരു സ്ഥിരം വിമാനവാഹിനി കപ്പൽ പോലെ പ്രവർത്തിക്കും. അടുത്ത കാലത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈനീസ് അന്തർവാഹിനികളും നിരീക്ഷണ കപ്പലുകളും ഇന്ത്യൻ പരിധിയിൽ വരുന്നത് പതിവാകുന്നുണ്ട്. കാർ നിക്കോബാറിലെ റൺവേ വിപുലീകരിച്ചതോടെ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനങ്ങളായ സുഖോയ് 30 MKI, മിറാഷ് 2000 എന്നിവയ്ക്ക് ഇവിടെ താവളമുറപ്പിക്കാം. ഇതിലൂടെ ചൈനയുടെ നീക്കങ്ങളെ മുളയിലെ നുള്ളാനും ഏത് പ്രകോപനത്തിനും മിനിറ്റുകൾക്കുള്ളിൽ മറുപടി നൽകാനും ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ആൻഡമാൻ നിക്കോബാർ കമാൻഡ്. ഇന്ത്യയിലെ ഏക ട്രൈ സർവീസ് കമാൻഡ് ആണിത്. അതായത് കര, നാവിക, വ്യോമ സേനകൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന കേന്ദ്രം. കാർ നിക്കോബാർ നവീകരിക്കുന്നതോടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിക്കും. പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴോ കടൽ കൊള്ളക്കാർ ഭീഷണി ഉയർത്തുമ്പോഴോ ദ്രുതഗതിയിലുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾക്കും സുരക്ഷാ നടപടികൾക്കും ഈ ബേസ് കേന്ദ്ര ബിന്ദുവാകും. 2004 സുനാമിയിൽ കാർ നിക്കോബാർ എയർബേസിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ ചാരത്തിൽ നിന്ന് ഈ താവളം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഏത് കാലാവസ്ഥയിലും രാത്രിയിലും വിമാനങ്ങൾ ഇറക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ശത്രുവിന്റെ ഒരു ചെറിയ ഡ്രോണിനെ പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള റഡാർ സംവിധാനങ്ങളുമുണ്ട്. സമുദ്രത്തിന് നടുവിൽ ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണിക്കുമുള്ള വലിയ സൗകര്യവുമുണ്ട്. സമുദ്രം ആരുടെയും തറവാട് സ്വത്ത് അല്ലെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നാം സജ്ജമാണെന്നും ഈ താവളം ലോകത്തോട് വിളിച്ചു പറയുന്നു. സുരക്ഷിതമായ തീരങ്ങളും ശക്തമായ വ്യോമ പ്രതിരോധവുമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറ. ജയ് ഹിന്ദ്.